Hi, hello, welcome back to the channel. Hope you're all staying safe and hope you're all fine. എന്റെ പേര് കൃഷ്ണജ. UGC നെറ്റ് എക്സാമിന്റെ പേപ്പർ 1ലെ ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോയിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ. നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദ ലിങ്ക് വിത്ത് ദം ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ടു. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തേക്ക് സൈഡിൽ ഒരു ബെൽ ഐക്കൺ കാണും. അപ്പൊ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ടാപ്പ് ചെയ്യാൻ മറക്കരുത്. കാര്യം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ അടുത്ത വീഡിയോസ് ഇടുന്ന സമയത്തേക്ക് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് പ്രോസസ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ മികച്ച രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മളുടെ സ്റ്റുഡൻസിൽ ഒരു മാറ്റം കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മളുടെ ടീച്ചിങ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്, അല്ലെ? വിസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും, ഇൻവിസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റുഡൻസിൽ ഈ ഒരു പഠനം എന്ന് പറയുന്നതിനെ എൻകറേജ് ചെയ്യാൻ, സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. മൊത്തത്തിൽ 6 ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് ഓഫ് കോഴ്സ് ടീച്ചറാണ്, രണ്ടാമത്തേത് ലേണർ, മൂന്നാമത്തേത് സപ്പോർട്ട് മെറ്റീരിയൽ, നാലാമത്തേത് ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്, അഞ്ചാമത്തേത് ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് ആറാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഓരോ ഫാക്ടേഴ്സിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടീച്ചറാണ്. ടീച്ചേഴ്സിന് നമ്മളുടെ ഒക്കെ ലൈഫിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ നമ്മളുടെ ലൈഫിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്, നമ്മളെല്ലാം ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സിനെ ടീച്ചർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ആദ്യം പറയുന്ന കാര്യം ടീച്ചറുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, ടീച്ചറുടെ വിദ്യാഭ്യാസ യോഗ്യത. അപ്പം ഓരോ തലത്തിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും പരാമർശിച്ചിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ടീച്ചർക്ക് വേണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു ഡിഗ്രി തലത്തിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആ തലത്തിൽ പഠിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സബ്ജക്ട് നോളജ് ടീച്ചർക്ക് വേണം. അത്ര വിപുലമായിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള നോളജ് ടീച്ചർക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് ആണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ കൈകാര്യം ചെയ്യുന്നത് ആ സബ്ജക്റ്റിൽ ടീച്ചർക്ക് ഒരു മികവ് അല്ലെങ്കിൽ ഒരു മാസ്റ്ററി നിർബന്ധമാണ്. അപ്പൊ അത്തരം ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോഴായിരിക്കും കുട്ടികൾക്ക് അത് ബെനിഫിറ്റ് ചെയ്യുക. അടുത്തത് സ്കിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടീച്ചിങ് ഒരു ആർട്ടാണ്, അതുപോലെ തന്നെ ടീച്ചിങ് ഒരു സ്കില്ലാണ്, ഒരു കഴിവാണ്, പഠിപ്പിക്കാനുള്ള കഴിവ്, കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, ക്ലിയർ ആയിട്ട്, കൺസൈസ് ആയിട്ട്, പ്രിസൈസ് ആയിട്ട്, ക്ലാരിറ്റിയോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്. അതിന്റെ കൂടെ തന്നെ ടീച്ചേഴ്സിന് കുട്ടികളുമായിട്ട് ഇടപഴകാനുള്ള കഴിവ് വേണം, അല്ലെ? അതായത് വളരെ ഇന്റർപേഴ്സണൽ ആയിട്ട് നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവും ടീച്ചേഴ്സിന് വേണം. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ ഈ ഒരു ടീച്ചിങ് സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് വലിയ രീതിയിൽ തന്നെ കുട്ടികളുടെ പഠന പ്രക്രിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ന്യൂ ഐഡിയാസ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് പുതിയ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വലിയ ഇഷ്ടമായിരിക്കും. അവർ കുറെ കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മളുടെ ക്ലാസ് അവർ വളരെ കീൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കും. നമ്മളുടെ അടുത്ത ക്ലാസ്സിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തത് പ്രയർ എക്സ്പീരിയൻസ്. പ്രയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുൻ പരിചയം. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചർക്ക് തന്റെ മുൻപിലിരിക്കുന്ന കുട്ടികളുടെ ബിഹേവിയറൽ പാറ്റേൺ അടക്കം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കുട്ടിയുടെയും ബിഹേവിയർ അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോൾ ക്ലാസ്സിനെ നല്ല ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിക്കാനും ടീച്ചർക്ക് സാധിക്കും.
അടുത്തത് പേഴ്സണാലിറ്റി. ടീച്ചേഴ്സിന്റെ പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചറെ നമ്മൾ ആള് പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം ആ ടീച്ചർ എന്താണ് ആസ് എ പേഴ്സൺ എന്നുള്ളത് കുട്ടികൾ എപ്പോഴും അനലൈസ് ചെയ്യും. നല്ല വാല്യൂസ് ഉള്ള ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നല്ല മോറൽസ്, നല്ല എത്തിക്സ് ഉള്ള ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉറപ്പായിട്ടും ആ ടീച്ചറിൽ നിന്ന് നല്ല കാര്യങ്ങളായിരിക്കും ലേൺ ചെയ്യുക. നല്ല പോസിറ്റീവ് മൈൻഡ് ഉള്ള ഒരു ടീച്ചറാണ്, നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളും സെൽഫ് മോട്ടിവേറ്റഡ് ആവും. അടുത്തത് അപ്രോച്ചബിലിറ്റി. ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഈസിനെസ്, അതാണ് അപ്രോച്ചബിലിറ്റി. ചില ടീച്ചേഴ്സ് നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചെന്ന് ചോദിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് പോയി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അത്തരം ടീച്ചേഴ്സ് അപ്രോച്ചബിൾ ആണ്. ആ ഒരു അപ്രോച്ചബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സബ്ജക്ട്സ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടികൾ എളുപ്പത്തിൽ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യും. അപ്പൊ ടീച്ചിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ആദ്യത്തെ ഫാക്ടർ ആയിട്ടുള്ള ടീച്ചർ എന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ലേണർ ആണ്. നമ്മളുടെ മുൻപിലിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ സ്റ്റുഡന്റിനും ഓരോ രീതിയിലുള്ള കഴിവുകളാണുള്ളത്. അപ്പോൾ ഈ ഓരോ സ്റ്റുഡന്റിന്റെയും ആറ്റിറ്റ്യൂഡും അവരുടെ കഴിവുകളും ഈ മൊത്തത്തിലുള്ള ലേണിംഗ് പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ലേണർ എന്ന് പറയുന്ന ഫാക്ടർ എഫക്ട് ചെയ്യുന്നത്, ഈ ഒരു ടീച്ചിങ് പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അതിൽ ആദ്യം പറയുന്ന പോയിന്റ് ഇന്റലക്ച്വൽ എബിലിറ്റി ആണ്. ഇന്റലക്ച്വൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള കഴിവാണ്. ചില കുട്ടികൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ ചില കുട്ടികൾക്ക് അതില്ല. അപ്പം അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ബേസിക് പൊട്ടൻഷ്യൽ വ്യത്യാസമായിരിക്കും. ചില കുട്ടികൾക്ക് മാത്സ് ചെയ്യാൻ നല്ല ബുദ്ധിയായിരിക്കും, ചില കുട്ടികൾക്ക് മാത്സ് എളുപ്പത്തിൽ മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഒരു ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളും കൂടി ഇരിക്കുമ്പോൾ ഈ പലതരത്തിലുള്ള ഇന്റലക്ച്വൽ എബിലിറ്റി ഉള്ള കുട്ടികൾ ഇരിക്കുമ്പോൾ ആ ഒരു മൊത്തത്തിലുള്ള ക്ലാസ് റൂമിൽ ആ ലേണിംഗ് പ്രോസസ് നടക്കുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. അടുത്തത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള ഹെൽത്ത്, ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികപരമായിട്ടുള്ള ഹെൽത്ത് ആണ്. അപ്പൊ ഓരോ കുട്ടികളുടെയും ഈ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള വെൽനെസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. നമ്മളുടെ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, ചിലർ അത്ര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതെ വരുന്ന കുട്ടികളുണ്ടാവും, ഈ ശാരീരികപരമായിട്ട് തളർച്ച അനുഭവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ മാനസികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവും. ഇപ്പോൾ ഒത്തിരി ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും, എളുപ്പത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. അറ്റൻഷൻ സ്പേസസ് ഉണ്ടല്ലോ, അപ്പോൾ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുന്നതിനുള്ള ഒരു ഗ്യാപ്പ്. ചില കുട്ടികൾക്ക് ഒരു 20 minutes കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അറ്റൻറ്റീവ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ സാധിക്കും, പക്ഷെ ചില കുട്ടികൾക്ക് ആ ഒരു 10 minutes ആയിരിക്കും അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നമ്മളുടെ ഒരു ലേണിംഗ് പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും സിമിലർ അല്ല, ഫിസിക്കലായിട്ടും മെന്റലായിട്ടും എല്ലാവരും ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ എല്ലാ കുട്ടികളെയും എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു ടീച്ചറിന്റെ കഴിവാണ്. അടുത്തത് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫാക്ടർ. ഇമോഷണൽ ഫാക്ടർ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെന്റൽ ഹെൽത്തുമായിട്ട് വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആണ്. വൈകാരികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണല്ലേ. ചില കുട്ടികൾക്ക് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരുടെ സ്റ്റഡീസിന് അവര് പോകുന്നിടത്തൊക്കെ ഇവർ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഇമോഷൻസിന് അത് വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പം എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കില്ല. പലർക്കും ശാരീരിക വളർച്ച കൂടുമ്പോൾ ഇമോഷൻസിനുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും, ശാരീരിക വളർച്ച കുറയുമ്പോൾ ഉള്ള ഒരു ഇമോഷൻസിന്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മളുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളിൽ എല്ലാവർക്കും ഒരേ ഇമോഷണൽ ലെവലായിരിക്കില്ല ഉണ്ടാവുക, ഓരോരുത്തരും ഇമോഷണലി ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് സോഷ്യൽ ഫാക്ടറും. ഇവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, എല്ലാ കുട്ടികളും സിമിലർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല ക്ലാസ്സിൽ വരിക. പുവർ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള നാടുകൾ ലൈക്ക് പ്ലേസസിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും, വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും, നല്ല വെൽത്തി പോഷ് ആയിട്ടുള്ള ലിവിങ് നടത്തുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ വരുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലീസ് ഉണ്ടാവും, അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഈ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പം ഈ ഇമോഷണൽ ഫാക്ടറും സോഷ്യൽ ഫാക്ടറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും ഈ കുട്ടിയുടെ പഠന പ്രക്രിയനെ, ലേണിംഗ് പ്രോസസ്സിനെ നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് റെഡിനെസ്. റെഡിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ എത്രമാത്രം പഠിക്കാൻ വില്ലിങ് ആണ്. നമ്മൾ ക്ലാസ്സിൽ
ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ചില കുട്ടികൾ വളരെ ക്യൂരിയസ് ആയിട്ട് എന്തൂസിയാസ്റ്റിക് ആയിട്ടൊക്കെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ഈഗർ ആയിട്ട് കേട്ടിരിക്കാറുണ്ട്, അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ എഴുതി എടുക്കുന്ന കാണാറുണ്ട്. പക്ഷെ ചില കുട്ടികൾ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഈ ലോകത്തേ അല്ല എന്നുള്ള രീതിയിലും ഇരിക്കാറുണ്ട്. ചിലപ്പോൾ അവർക്ക് ഈ ഒരു ടോപ്പിക്കിനോടുള്ള ഒരു ഇഷ്ടം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു റെഡിനെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഹോൾ ക്ലാസ് റൂമിൽ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആ ഒരു ടോപ്പിക് പഠിക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടാവില്ല. അടുത്തത് മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ ലെവലും നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഡിഫറെന്റ് ആയിരിക്കും. ചില കുട്ടികൾക്ക് അവർ ഓൾറെഡി ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവരുടെ ലൈഫിൽ ഒരു ഗോൾ ഉണ്ടാവും, ഒരു അംബീഷൻ ഉണ്ടാവും. അപ്പൊ ഇത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. എല്ലാം സ്വയം, എല്ലാം എന്താ പറയാ, ഒരു മോട്ടിവേഷനൊക്കെ സ്വന്തമായിട്ട് വരികയും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. പക്ഷെ ചില കുട്ടികളിൽ നമ്മളൊന്ന് തള്ളിവിട്ടാൽ മാത്രമായിരിക്കും പല കാര്യങ്ങളും ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് നമ്മളുടെ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷന്റെ ആവശ്യമുണ്ട്. എന്നാൽ വേറെ ചില കുട്ടികളുണ്ട്, ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ നമ്മൾ എത്ര മോട്ടിവേറ്റ് ചെയ്താലും ഇവർ മോട്ടിവേറ്റഡ് ആവാറില്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മളെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളുടെ ആ ഒരു മോട്ടിവേഷൻ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും. അടുത്തത് പ്രാക്ടീസ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസൈസ്. നമ്മളുടെ കുട്ടികൾ ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഇവര് എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾ റെഗുലർ ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ ഒരു 1-2 ആഴ്ചയൊക്കെ എത്തുമ്പോൾ പഠിക്കുന്നവരുണ്ട്. ചിലർ എക്സാമിന്റെ തലേന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഈ ഒരു പ്രാക്ടീസിന്റെ ലെവല് ഡിഫറെന്റ് ആവുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ എഫക്റ്റീവ്നെസ്സും ഡിഫറെന്റ് ആവുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളിലും ഈക്വൽ ആയിട്ടായിരിക്കില്ല ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുക. അടുത്ത ഫാക്ടർ സപ്പോർട്ട് മെറ്റീരിയൽ. സപ്പോർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഈ ഒരു ഓറൽ ക്ലാസ്സിൽ എടുക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ടോപ്പിക് ക്ലാസ്സിൽ എടുക്കുകയാണ്, ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ബുക്സ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലാസ് ഇവർക്ക് വേണ്ടി അത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതും ഈ കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, എൻഹാൻസ് ചെയ്യും. അപ്പം ഈ സപ്പോർട്ട് മെറ്റീരിയലിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അതിൽ ആദ്യം പറയുന്നത് ഈസ് ആൻഡ് ആക്സസിബിലിറ്റി ആണ്. അപ്പോൾ ഈ ടീച്ചർ കൊടുക്കുന്ന എക്സ്ട്രാ ആയിട്ടുള്ള സപ്പോർട്ട് മെറ്റീരിയൽ എല്ലാ കുട്ടികൾക്കും ഈസിലി അവൈലബിൾ ആണോ, അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും അത് ആക്സസിബിൾ ആണോ? ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നമ്മൾ ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ ചില ബുക്സ് ഉണ്ടാവും, ലിമിറ്റഡ് എഡിഷൻസ് ഒക്കെ ആയിരിക്കും, 1-2 ബുക്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ 2 ബുക്സ് ചിലപ്പോൾ റെഫറൻസിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എല്ലാവർക്കും വീട്ടിലൊന്നും കൊണ്ടുവരാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച്, അല്ലെങ്കിൽ ഒരു നേരത്ത് അത്യാവശ്യമുള്ള ഒരു നേരത്തെ എല്ലാവർക്കും ഒരുമിച്ച് ആ ഒരു ബുക്ക് റെഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരം ബുക്സ് അങ്ങനെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ബുക്സ് അല്ല. അപ്പൊ ഈ കൊടുക്കുന്ന സപ്പോർട്ട് മെറ്റീരിയൽ കുട്ടികൾക്ക് എപ്പോഴും ഈസിലി ആക്സസിബിൾ ആയിരിക്കണം, ഈസിലി അവൈലബിളും ആയിരിക്കണം. അതുപോലെ തന്നെ കൊടുക്കുന്ന സ്റ്റഡി മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, ഇത് രണ്ടും മാറ്റർ ചെയ്യും. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, കൊടുക്കുന്ന ഒരു സപ്പോർട്ട് മെറ്റീരിയൽ എത്രമാത്രം നല്ലതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു സപ്പോർട്ട് മെറ്റീരിയലിൽ ഉണ്ടോ, ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടോ എന്നുള്ളതും മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. ഇനി അടുത്തത് അവൈലബിലിറ്റി ഓഫ് ഈ സപ്പോർട്ട് മെറ്റീരിയൽ. ഇനി കൊടുക്കുന്ന സപ്പോർട്ട് മെറ്റീരിയൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലൈബ്രറിയിൽ 1-2 ബുക്സ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു ബുക്കിന്റെ ഈ ഫോം, അല്ലെ, ഈ ബുക്കായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും. അടുത്തത് അപ് ടു ഡേറ്റ് സപ്പോർട്ട് മെറ്റീരിയൽ. ഇനി കൊടുക്കുന്ന സപ്പോർട്ട് മെറ്റീരിയൽ അപ് ടു ഡേറ്റ് ആണോ? പുതിയ തിയറികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് മെറ്റീരിയൽ കൊടുക്കുമ്പോൾ അത് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള, അപ്ഡേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് മെറ്റീരിയൽ ആവാൻ ടീച്ചേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കണം. അടുത്തത് ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്. നമ്മൾ ടീച്ചറിനെ പറ്റി പറഞ്ഞു, ലേണറിനെ പറ്റി പറഞ്ഞു, എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന സപ്പോർട്ട് മെറ്റീരിയലിനെ പറ്റി പറഞ്ഞു. ഇനി പറയുന്നത് ഈ കുട്ടിക്ക് ഈ സപ്പോർട്ട് മെറ്റീരിയലിനേക്കാൾ അപ്പുറത്തേക്ക് ടീച്ചിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ആണ് ആ ഒരു ലേണിംഗ് എൻവയോൺമെന്റിൽ കുട്ടിക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ലബോറട്ടറി, ലൈബ്രറി, കമ്പ്യൂട്ടർ സെന്റർ, അതുപോലെ തന്നെ ഇവരുടെ സെമിനാർ ഹാൾസ്, പ്രൊജക്ടേഴ്സ്, ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂംസ്, ഇതെല്ലാം തന്നെ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ആണ്. ഇതെല്ലാം ഈ കുട്ടിയുടെ എക്സ്ട്രാ ആയിട്ടുള്ള നോളജിനും അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പഠിക്കാനുള്ള ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ് ആക്സസിബിലിറ്റി ആണ്. ഇപ്പോൾ നേരത്തെ ലൈബ്രറിയുടെ കേസ് പറഞ്ഞ പോലെ എല്ലാ ബുക്കൊന്നും കുട്ടികൾക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ എല്ലാ എക്യുപ്മെന്റ്സും ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസും ഒന്നും കുട്ടികൾക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. പക്ഷെ ഈ ആക്സസിബിലിറ്റി കൂടുന്തോറും കുട്ടികളുടെ ഒരു ലേണിംഗിന്റെ ഒരു എഫിഷ്യൻസി കൂടും. അടുത്തത് യൂസർ ഫ്രണ്ട്ലി. അപ്പോൾ എല്ലാ എക്യുപ്മെന്റ്സും കുട്ടികൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കില്ല. അപ്പൊ ചില എക്യുപ്മെന്റ്സ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ലബോറട്ടറീസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം എക്യുപ്മെന്റ്സ് ഒന്നും വെക്കാണ്ട് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ലാബിലൊക്കെ വെക്കുക. അപ്പോൾ അത് കുട്ടികളുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ കുറച്ചും കൂടി സ്റ്റിമുലേറ്റ് ചെയ്യും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എപ്പോഴും ക്രിയേറ്റീവും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ലാബിലൊക്കെ പോകാൻ വലിയ താല്പര്യമായിരിക്കും. കാര്യം ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവര് തന്നെ കാര്യങ്ങൾ പലതും ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എപ്പോഴും കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വെക്കുക, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ലബോറട്ടറീസിലും അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ ലൈബ്രറിയിൽ വെക്കുകയാണെങ്കിൽ കുട്ടികളുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ അത് നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. അടുത്തത് സഫിഷ്യന്റ് സ്പേസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഒരു ലൈബ്രറി ആണെങ്കിലും ഒരു ലബോറട്ടറി ആണെങ്കിലും ഏതൊരു സെമിനാർ ഹാൾ ആണെങ്കിലും കുട്ടികൾക്ക് അത്യാവശ്യത്തിന് സ്പേസ് ഉള്ളൊരു റൂം ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ലൈബ്രറി ആയാലും അത്യാവശ്യത്തിന് സ്പേസ് വേണം. എല്ലാ കുട്ടികൾക്കും ചെന്നിരുന്ന് വായിക്കാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ കുറെ കാര്യങ്ങൾ എളുപ്പത്തിൽ ലേൺ ചെയ്യും. അടുത്തത് പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്. നമുക്ക് ഒത്തിരി ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ അതിന് റെഗുലർ ആയിട്ട് മാനേജ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പം ഏതൊക്കെ മെഷീൻസ് ആണ് ചീത്തയായി തുടങ്ങിയത് അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് പഴകിയിട്ടുണ്ടോ, അപ്പൊ ഇതെല്ലാം നമ്മൾ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് നമ്മൾ എപ്പോഴും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസിന്റെ കൂടെ തന്നെ എക്സാമ്പിൾ ആയിട്ട് ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ്, അതുപോലെ തന്നെ ക്യാൻറ്റീൻ, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ഈ കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതും ഈ ഒരു ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അടുത്തത് ലേണിംഗ് എൻവയോൺമെന്റ്. ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇരുന്ന് പഠിക്കുന്ന ആ ഒരു സ്പേസ്, ആ ഒരു കൾച്ചർ, ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ. എടുത്തു പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ ക്ലാസ് റൂം. അപ്പൊ ക്ലാസ് റൂം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം. ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കണം. ആ ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആകുമ്പോൾ തന്നെ കുട്ടികൾ പകുതിയും പോസിറ്റീവായി മാറുകയാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള എയർ അല്ലെ, ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കണം. പൊല്യൂട്ടഡ് ഏരിയ ആവരുത്. പ്രത്യേകിച്ച് നോയിസ് പൊല്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു സ്പേസ്, ആ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം. അടുത്തത് അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ. അപ്പൊ ആ ഒരു ക്ലാസ് റൂമിൽ തന്നെ ആ ഒരു എന്താ പറയുക, ഇരുന്ന് പഠിക്കുന്ന ആ ഒരു എൻവയോൺമെന്റിൽ തന്നെ ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് കയ്യിൽ വേണം. ടീച്ചർ എന്തിനെ പറ്റിയാണോ ക്ലാസ് എടുക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്സും വേണം. അവർക്ക് അത്യാവശ്യം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസും ആ ക്ലാസ് റൂമിൽ തന്നെ അവൈലബിൾ ആയിരിക്കണം. അടുത്തത് പ്രോപ്പർ ആൻഡ് ആക്സസിബിൾ ഇൻഫ്രാസ്ട്രക്ചർ. ആ ക്ലാസ് റൂമിൽ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളതും ആക്സസിബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം എന്ന് പറയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഡ്രിങ്കിങ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് പഠിക്കാനായിട്ടുള്ള പ്രൊജക്ടേഴ്സ്, ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള ക്ലാസ്സസ് എടുക്കാനൊക്കെ ആയിട്ടാണ് വെച്ചാൽ അതേ ക്ലാസ് റൂമിൽ തന്നെ പ്രൊജക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ അത് കുറച്ചും കൂടി എളുപ്പമാക്കി മാറ്റും. അടുത്ത ഫാക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി പഠിക്കുന്ന കോളേജ് അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന സ്കൂള്. അപ്പൊ ഈ സ്കൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കോളേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഈ കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് പറയുന്ന കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ആണ്. അപ്പൊ ഒരു കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പോളിസീസ്.
ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് വളരെ ബോസി ആയിരിക്കും, അതോറിറ്റേറ്റീവ് ആയിരിക്കും. അപ്പൊ ഒരു ടീച്ചേഴ്സിന് മുകളിൽ കുറെ വർക്ക് ലോഡ് കൊടുക്കും. അപ്പോൾ ഈ ടീച്ചേഴ്സിന് അത് നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഈ കുട്ടികളുടെ ഒരു ലേണിംഗ് പ്രോസസ്സിനെ ശരിക്കും എഫക്ട് ചെയ്യും. അപ്പൊ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ഉള്ള കോളേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല റെപ്യൂട്ടേഷനും ഉണ്ടാവും അവർക്ക്. അതുപോലെ തന്നെ നല്ല ടീച്ചിങ് ഫാക്കൽറ്റി, എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചിങ് ഫാക്കൽറ്റി ഉണ്ടാവും. അടുത്ത പോയിന്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്. ഈ കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂള് ഇരിക്കുന്ന സ്ഥലം, ട്രാൻസ്പോർട്ടേഷണൽ ഫെസിലിറ്റീസ് അങ്ങോട്ടേക്ക് എത്തുന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ട് ആ ഒരു സ്കൂളിലേക്കൊക്കെ വന്നു പോകാൻ പറ്റുന്ന ഒരു ഇടമാണോ എന്നുള്ളതും മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. അടുത്തത് ആഡിക്വേറ്റ് ആൻഡ് എഫിഷ്യന്റ് ഫാക്കൽറ്റി. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ബെനിഫിറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറൊക്കെ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെയും അസറ്റ് തന്നെയാണ്. അടുത്തത് ഫണ്ടിങ്. ഇപ്പോൾ നല്ല രീതിയിൽ ഫണ്ടൊക്കെ ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളിലും ഒരു നല്ല രീതിയിലുള്ള ഒരു ലേണിംഗ് പ്രോസസ് കാണാൻ സാധിക്കും. അടുത്തത് ഫീഡ്ബാക്ക്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ക്ലാസ്സസ് എടുക്കുന്നത് നല്ല രീതിയിലാണോ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ, മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ, നല്ല ഫുഡാണോ ക്യാൻറ്റീനിൽ കിട്ടുന്നത്, ടോയ്ലറ്റ്സ് ക്ലീൻ ആണോ, ലൈബ്രറി ആക്സസിബിൾ ആണോ. അപ്പൊ ഇതിനെല്ലാം പറ്റിയിട്ട് കുട്ടികളോട് തന്നെ ചോദിച്ചറിഞ്ഞ് ഫീഡ്ബാക്ക് എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ കുട്ടികളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ബെനിഫിഷ്യറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ രീതിയിലും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സിൽ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മളുടെ ടീച്ചിങ് പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഞാൻ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. മൊത്തത്തിൽ 6 ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തേത് ടീച്ചർ, രണ്ടാമത്തേത് ലേണർ, അടുത്തത് സപ്പോർട്ട് മെറ്റീരിയൽ, ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്, ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവരും പ്ലീസ് സ്റ്റേ സേഫ്.